ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, എല്ലാവരും ചൂട്, ആവി, പുഴുക്കം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അസ്വസ്ഥതയായിട്ടിരിക്കുകയാണല്ലേ. വളരെ ചൂട് കൂടി നമ്മുടെ അന്തരീക്ഷത്തിൽ. അപ്പോൾ നമുക്ക് ഒരു സമ്മർ ജ്യൂസായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഷമ്മാം ജ്യൂസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ പിന്നെ വേനൽക്കാലം കൂടുമ്പോൾ നമ്മൾ മോരും വെള്ളം നല്ലതാണ്, കരിക്കും വെള്ളം നല്ലതാണ്, അതുപോലെ തന്നെ രാമച്ചിട്ട വെള്ളം കുടിക്കും, വെറുതെ വെള്ളം കുടിക്കും അല്ലേ. എങ്ങനെയായാലും കുറേ വെള്ളം നമ്മൾ കുടിക്കും. പിന്നെ ഇപ്പോൾ തണ്ണിമത്തൻ വന്നു കഴിഞ്ഞാൽ, വാട്ടർ മെലോൺ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ജ്യൂസ് കുടിക്കും, ഫ്രൂട്ട്സ് കഴിക്കും. ഇങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കും അല്ലേ. അതോടൊപ്പം നമുക്ക് വാങ്ങി ജ്യൂസ് ഉണ്ടാക്കിയോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മസ്ക് മെലൺ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ പറയും ഷമ്മാം എന്ന് പറയും, പിന്നെ കസ്തൂരി മത്തങ്ങ എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ. കക്കിരിക്ക എന്ന് ചില നാടുകളിലൊക്കെ പറയും. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും. പിന്നെ ഇത് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഈ വാട്ടർ മെലോൺ പോലെ തന്നെ ധാരാളമായിട്ട് മാർക്കറ്റിൽ ഇത് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലേ. ആദ്യകാലങ്ങളിൽ ഈ വാട്ടർ മെലോൺ എന്ന് പറയുമ്പോൾ തണ്ണിമത്തൻ നമ്മളങ്ങനെ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ഒന്നായിരുന്നു. അത് നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്കത് പരിചിതമായി, നമ്മൾ കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്രൂട്ടും ഈ മസ്ക് മെലണും നമ്മൾ അത്രയും പരിചയം ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതിനും കൊണ്ട് നമ്മളിത് കാണുമ്പോൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് കളഞ്ഞ് നമുക്ക് ധൈര്യമായിട്ട് ഇനി ഈ മസ്ക് മെലൺ വാങ്ങി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് ഞാനീ പറയുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ധാരാളം. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി, ഈ സമയത്ത് നിറയെ പനിയും ചുമയും അങ്ങനെയുള്ള അസുഖങ്ങൾ, ചൂട് പൊങ്ങുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വൈറ്റമിൻ സി നല്ലതാണ്. അത് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് പൊട്ടാസ്യം. അതും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൊലാജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു ഘടകമാണ്. അതും ഈ മസ്ക് മെലണിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ എന്ന് പറയുമ്പോൾ ഏറ്റവും നമുക്ക് വിശപ്പ് കുറയാനും, അതുപോലെ തന്നെ വേറൊരു ഗുണം, പിന്നെ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിത് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്നോ, ഇതിൽ 90% വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ 90% വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മളിത് ജ്യൂസാക്കി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ പേശികളുടെ ക്ഷീണമൊക്കെ മാറുന്നതിനും, അതുപോലെ ദാഹം മാറുന്നതിനും, പിന്നെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നതിനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. ഡീഹൈഡ്രേഷനെ തടയും കേട്ടോ. നമ്മൾ ഇപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ്, അതുപോലെ നാരങ്ങ, പിന്നെ ചെറുനാരങ്ങ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഡീഹൈഡ്രേഷൻ തടയുന്നതിന് ഏറ്റവും നല്ല ഒന്നാണ് ഈ ഷമ്മാം ജ്യൂസ് കേട്ടോ. പിന്നെ ഇതിന് വേറൊരു ഗുണം എന്താണെന്നോ, ഈ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ. അത് ഈ വെയിറ്റ് കുറയ്ക്കാൻ, ഈ വെക്കേഷൻ സമയത്തൊക്കെ ഇനി വെയിറ്റ് ഇച്ചിരി കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു പിന്നെ ഫുഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കാരണം എന്താണെന്നോ, നിറയെ ഫൈബറുണ്ട്. അപ്പം നമ്മുടെ വിശപ്പ് കുറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിശക്കണ സമയത്ത് ഇത് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് കുറയും. പിന്നെ ശരീരത്തിൻ്റെ ക്ഷീണം മാറും, ശരീരത്തിന് തണുപ്പ് കിട്ടും, ദാഹം മാറും. ഫുഡ് പിന്നെ കുറച്ചേ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, ഈ ഷമ്മാം ജ്യൂസ്. ഇനിയിപ്പോൾ നിങ്ങൾ ജ്യൂസാക്കി കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് വെറുതെ മുറിച്ച് നമുക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മൾ വാട്ടർ മെലണൊക്കെ കഴിക്കുന്ന കൂട്ട് വെറുതെ മുറിച്ച് നമുക്ക് കഴിക്കാം. അതും നല്ലതാണ്. അപ്പോൾ ഈ ഫൈബറൊക്കെ ഉള്ളതിനും കൊണ്ട് ഈ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശപ്പ് കുറയുന്നതിനും ശരീരക്ഷീണം അകറ്റുന്നതിനും എല്ലാത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക്
ഒരു നേരത്തെ ഫുഡായിട്ട് വേണമെങ്കിൽ ഈ ഷമ്മാം കഴിക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെ കഴിക്കണമെന്ന് ഒന്ന് പറഞ്ഞേക്കാം. എല്ലാവർക്കും അറിയാം എങ്ങനെ കഴിക്കണമെന്നെങ്കിലും നമുക്കിത് നല്ല പഴുത്തതാണെങ്കിൽ നമുക്കിത് പപ്പായൊക്കെ നമ്മൾ മുറിച്ച് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പൂൺ വെച്ച് കോരിയെടുത്ത് നമുക്കത് ജ്യൂസാക്കി കഴിക്കാം കേട്ടോ. അത് അധികം പഴുക്കാത്തതാണെങ്കിൽ നമുക്കത് മുറിച്ച് ആ അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കത് ജ്യൂസാക്കി കഴിക്കാം. ഓക്കെ, ഇനി അത് വെറുതെ നമുക്ക് പെറുക്കി തിന്നുകയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ചെറുനാരങ്ങ പിന്നെ മുറി ചെറുനാരങ്ങ അതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം. ഇനി തേൻ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അതൊക്കെ ലക്ഷറിയസ് ആണ്, വെറുതെ കുടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എന്തെങ്കിലും ടേസ്റ്റിന് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇത് കുടിച്ചാൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ക്ഷീണം അകറ്റുന്നതിനും ദാഹം അകറ്റുന്നതിനും ശരീരത്തിന് തണുപ്പ് കിട്ടുന്നതിനും എല്ലാത്തിനും ഷമ്മാം ജ്യൂസ് നല്ലതാണ്. ഓക്കെ, പിന്നെ ഇനി ഒരു വിഭാഗം ഉണ്ട് കേട്ടോ, ഇത് കഴിക്കണ്ടാത്ത ചിലവരുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. മെയിനായിട്ട് പിന്നെ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റ് ദിവസങ്ങളെക്കാളും കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് നിർത്തിക്കോളൂ കേട്ടോ, അത് കഴിക്കണ്ട. പിന്നെ നല്ല കോൾഡ് ചുമയൊക്കെ ഉള്ളവർക്ക് ഇത് തണുപ്പല്ലേ, അതുകൊണ്ട് നിങ്ങളും ഈ സമയത്ത് കോൾഡും ചുമയൊക്കെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചില സമയങ്ങളിൽ വയറിന് സുഖമില്ലാണ്ട് നമുക്ക് വരണ സമയങ്ങളുണ്ടല്ലോ, ലൂസ് മോഷനൊക്കെ ഉള്ള സമയത്തും ഈ ജ്യൂസ് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, പിന്നെ വേറെ ഇത് അലർജി പ്രശ്നമുള്ളവർ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി തോന്നുകയാണെങ്കിൽ നിങ്ങളത് കഴിക്കണ്ട. പിന്നെ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഇതൊക്കെ നമ്മൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അതൊക്കെ ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞു കാണുമല്ലോ, ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണ്ട എന്നൊക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അഡ്വൈസ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഇതൊന്നും കഴിക്കാതിരിക്കാൻ നല്ലത്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവരും ഇത് പിന്നെ നിങ്ങൾക്കത് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊക്കെ കഴിച്ചാൽ പ്രശ്നമാവും. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗക്കാരാണ് ഡയബറ്റീസ് ഉള്ളവർ. ഓക്കെ, അപ്പോൾ ഷമ്മാം ജ്യൂസിനെ കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് എല്ലാം മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴും അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഒക്കെ പോകുമ്പോൾ ഈ മസ്ക് മെലൺ കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരെണ്ണം വാങ്ങണം, നിങ്ങളത് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട് അതിന്. അപ്പം നമ്മൾ തണ്ണിമത്തം വാങ്ങുന്നതിന് പകരം നമുക്കിതൊന്ന് വാങ്ങി ഒരു ചേഞ്ചിന് നമുക്ക് വാങ്ങിച്ചോളൂ, ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ. നല്ല പിന്നെ ഗുണമുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.